നമസ്കാരം. നമുക്കറിയാം 60 വയസ്സോളം അടുക്കാറാവുന്ന രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ നേതാവ് ഇതുവരെ വിവാഹിതനായിട്ടില്ല എന്ന്. ആ കാര്യം പറഞ്ഞുകൊണ്ട് എന്തായാലും BJPക്കാരോ മറ്റ് രാഷ്ട്രീയ എതിരാളികളോ ഒന്നും അദ്ദേഹത്തെ ഇതുവരെ ട്രോളുന്നതായിട്ട് കണ്ടിട്ടില്ല. എന്നാൽ ഇതാ നിങ്ങൾ നോക്കുക, INC കേരള എന്ന് പറഞ്ഞ പേജ്, അത് കോൺഗ്രസിൻ്റെ പേജാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ വളരെ അപമാനകരമായിട്ടുള്ള ഒരു പോസ്റ്റാണ് അവരിട്ടിരിക്കുന്നത്. KC വേണുഗോപാൽ എന്ന കോൺഗ്രസിൻ്റെ തന്നെ MPയും നേതാവുമായ അയാളുടെ ചിത്രത്തിൽ ലിപ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അതിന് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കാത്തതിൻ്റെ കാരണം ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അത് വളരെ അപമാനകരമായിട്ടുള്ള ഒരു പോസ്റ്റാണ്, ഒരു ഫോട്ടോയാണ് എന്ന് പറയേണ്ട കാര്യമേ ഇല്ല. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഇങ്ങനെ അവരൊരു പോസ്റ്റ് ഇട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വലിയ വിജയമാണ് UDF ഇവിടെ നേടിയത്. 102 സീറ്റ് നേടി. പക്ഷേ മുഖ്യമന്ത്രി ആരാണ് എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങൾ വിട്ടിരിക്കുകയാണ്. ഈ ഹൈക്കമാൻഡ് എന്നുള്ള ഒരു പേര് തന്നെ നമ്മൾ കേൾക്കുന്നത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അവർക്ക് ഭരണം കിട്ടുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു വാക്ക് പോലും നമ്മൾ കേൾക്കില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ അപൂർവം സംസ്ഥാനങ്ങൾ മാത്രമാണ് ഈ കോൺഗ്രസ് ഭരിക്കുന്നത്. അങ്ങനെ ഈ വല്ലപ്പോഴും ചക്ക വീണ് മുയൽ ചത്തു എന്ന് പറയുന്ന പോലെ ഏതെങ്കിലും സംസ്ഥാനത്തൊരു ഭരണം കിട്ടുമ്പോൾ ഉയർന്നു വരുന്ന പേരാണ് ഹൈക്കമാൻഡ്. അങ്ങനെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തിന് വേണ്ടിയിട്ട് 3 പേരുകളാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത്. VD സതീശൻ, KC വേണുഗോപാൽ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല. അപ്പോൾ KC വേണുഗോപാൽ ഈ ഹൈക്കമാൻഡിൻ്റെ ആളായതിനാൽ അയാൾ ഈ VD സതീശനെ മറികടന്നുകൊണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവും എന്ന ധാരണയിലാണ് ഇവർ വളഞ്ഞിട്ട് KC വേണുഗോപാലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയാളുടെ പോസ്റ്ററുകളും മറ്റും വലിച്ചു കീറുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്ലെക്സ് വലിച്ചു കീറുന്നുണ്ട്. പരസ്യമായിട്ട് തന്നെ വേണുഗോപാൽ മുഖ്യമന്ത്രി ആയാൽ തീർച്ചയായിട്ടും MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. അങ്ങനെ ആ MP ആലപ്പുഴയുടെ MP എന്ന സ്ഥാനവും നഷ്ടപ്പെടും. പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ BJPയോ ആ സീറ്റും കൊണ്ടുപോകും. മാത്രമല്ല 6 മാസത്തിനുള്ളിൽ KCക്ക് എവിടെ നിന്നെങ്കിലും MLA ആവേണ്ടി വരും. അങ്ങനെ MLA ആയിട്ട് നിൽക്കാൻ ഇങ്ങോട്ട് വാ, ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പരസ്യമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് അണികളും വിളിച്ചു പറയുന്ന കാഴ്ചകൾ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ VD സതീശന് വേണ്ടിയിട്ട് KC വേണുഗോപാലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് ഈ വൃത്തികെട്ട ഈ പോസ്റ്റ് കൂടെ വന്നിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കാത്തതിന് കാരണം KC വേണുഗോപാൽ അയാളുടെ പങ്കാളിയായി കൂടെ ഉള്ളതുകൊണ്ടാണ് എന്ന അർത്ഥത്തിലാണ് ഇത് ഇട്ടിരിക്കുന്നത് എന്ന് അരിയാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. മറ്റൊന്നു കൂടിയുണ്ട്. KC ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, മുസ്ലിം ലീഗ് അങ്ങനെ കൂടുതൽ ഭീഷണിപ്പെടുത്തിയൊന്നും വേണ്ട, മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ഇല്ലെങ്കിലും കോൺഗ്രസിന് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ട് എന്ന തരത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതുവരെ കോൺഗ്രസിൻ്റെ മറ്റൊരു നേതാവും മുസ്ലിം ലീഗിനെതിരെ ഇങ്ങനെ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. VD സതീശനൊക്കെയാണ് പാണക്കാട് പോയി കുനിഞ്ഞു നിൽക്കുന്ന ടീമാണ്. മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയോടൊക്കെ സന്ധി ചെയ്യുന്ന ടീമാണ്. പക്ഷേ KC വേണുഗോപാലിനെ പറ്റി ഇതുവരെ അങ്ങനെ ഒരു ആരോപണമില്ല. അതിനാൽ സ്വാഭാവികമായിട്ടും KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് അവർക്കാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏത് വിധേനയും VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ജിഹാദികളും സുഡാപ്പികളും ഒക്കെ പരമാവധി ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാലിനെതിരെ ഇങ്ങനെയൊരു പോസ്റ്റ് അവർ അടിച്ചിറക്കിയിരിക്കുന്നത്. എന്തായാലും ഇത് BJPക്കാരോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോ ആരും ഇതുപോലൊന്നും ചെയ്യില്ല എന്ന് ഉറപ്പാണ്. സ്വന്തം പാളയത്തിൽ തന്നെയാണ് ഇത് കാണിച്ചിരിക്കുന്നത്, അതും അങ്ങേയറ്റം മ്ലേച്ഛമായ തരത്തിൽ. ഉദ്ദേശം KC വേണുഗോപാലിനെ വ്യക്തിഹത്യ ചെയ്യുക എന്നതാണെങ്കിലും അതിൽ അറിഞ്ഞോ അറിയാതെയോ പങ്കുകൊണ്ടിരിക്കുന്നത് അവരുടെ അനിഷേധനായ നേതാവ് രാഹുൽ ഗാന്ധി കൂടിയാണ്. രാഹുൽ ഗാന്ധിയെ ഒരു സ്വവർഗ അനുരാഗിയായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണത്രേ അദ്ദേഹം വിവാഹം കഴിക്കാത്തത് എന്ന് വരെ പറഞ്ഞു വെച്ചിരിക്കുമ്പോൾ ഇവർക്ക് വോട്ട് ചെയ്ത ജനങ്ങളോട് ഞാൻ നേരത്തെ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ വലിച്ചുകൊണ്ടിരിക്കുക എന്നേ എനിക്ക് തൽക്കാലം അവരോടും പറയാനുള്ളൂ.